എസ്എഫ്ഐക്കെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ ഇടതു നേതാക്കൾ എസ്എഫ്ഐയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വലിയ പാരമ്പര്യമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് എസ്എഫ്ഐ എന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. എസ്എഫ്ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ലെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലനും പറഞ്ഞു. എസ്എഫ്ഐക്കെതിരെ നിരന്തരമായി വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എം. മാർഷോയും പ്രതികരിച്ചു. എസ്എഫ്ഐക്കെതിരെ ഉയരുന്ന മാധ്യമ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയാണ് നേതാക്കളിൽ നിന്നുണ്ടായത്. എസ്എഫ്ഐയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഓരോരുത്തർക്കും എസ്എഫ്ഐയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടാണുള്ളതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എസ്എഫ്ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും തൂക്ക് രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണിപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ്എഫ്ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് വരുന്നത്. എസ്എഫ്ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണമെന്നും ആവശ്യപ്പെട്ടു. എസ്എഫ്ഐയുടെ രക്തം കുടിക്കാൻ ഞാനും സമ്മതിക്കില്ല. എസ്എഫ്ഐയെ മാനിക്കുന്ന സിപിഐക്കാരനാണ് ഞാൻ. എസ്എഫ്ഐയുടെ ചരിത്രമറിയാവുന്ന, എസ്എഫ്ഐയുടെ രാഷ്ട്രീയമറിയാവുന്ന, ആ രാഷ്ട്രീയത്തിൻ്റെ പുറകിലുള്ള ആശയത്തെപ്പറ്റി ആവേശമുള്ള സിപിഐക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എസ്എഫ്ഐയുടെ ചോര കുടിക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസ്എഫ്ഐയിൽ തിരുത്തൽ വേണം. തിരുത്തേണ്ടത് തിരുത്താൻ എസ്എഫ്ഐ എന്ന സംഘടനയ്ക്ക് കഴിയുമെന്ന് എ.കെ. ബാലൻ പറഞ്ഞു. ഇപ്പോൾ സിപിഐഎമ്മും അതുപോലെ തന്നെ എസ്എഫ്ഐയും ഗവൺമെൻറ്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ്എഫ്ഐ എന്നും എസ്എഫ്ഐക്ക് സ്വാധീനമുള്ള ഒരു ക്യാമ്പസുകളിലും ഇടിമുറികളില്ലെന്നും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എം. മാർഷോ വ്യക്തമാക്കി. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയണം. 2 ദിവസം കൊണ്ട് അത് സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത്. ഇതിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിനകത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ നിരക്കുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല. ഒരു ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടിമുറിക്കും എസ്എഫ്ഐ നേതൃത്വം കൊടുക്കില്ല. അങ്ങനെ ഇടിമുറികളിലൂടെയല്ല എസ്എഫ്ഐ വളർന്നു വന്നിട്ടുള്ളത്. മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി പോരാടാനാണ് എസ്എഫ്ഐ തീരുമാനം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.